നമസ്കാരം. എൻ്റെ പേര് ദേവപ്രിയ. എൻ്റെ വീട് പുനലൂരാണ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ കൊല്ലം സെൻറ്ററിലാണ് നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തത്. സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പഠിക്കാൻ വളരെ സ്യൂട്ടബിൾ ആണ്. ക്ലാസ്സുകളാണെങ്കിൽ വളരെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ടീച്ചേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ പ്രൊഫസർ റൂമിൽ പോയി ചെന്നാൽ എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ചാപ്റ്ററിലെ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയയും മനസ്സിലാവാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് വീക്കിലി എക്സാംസ് ആയിരുന്നു. അത് മാത്രമല്ല, അതിന് കൂടെ ക്യാഷ് പ്രൈസും ടീഷർട്ടും പെന്നും ഒക്കെ ഒരു പ്രോത്സാഹനമായിരുന്നു. നമ്മുടെ ഡയറക്ടർ സന്തോഷ് സാറും കോർഡിനേറ്റർ പ്രദീപ് സാറുമായിരുന്നു. അപ്പോൾ ഓരോ വീക്കിലും സാറ് വരികയും ക്ലാസ്സിൽ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത് നമുക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു. ഈ മോഡൽ എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പ്രദീപ് സാറിനെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സാറ് വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അത് നമുക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ സ്നേഹാമിസ് ആയിരുന്നു. സ്നേഹാമിസ് ഓരോ എക്സാം കഴിഞ്ഞിട്ടും അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു, ഓരോ സബ്ജക്ട് വൈസ്. അപ്പം നമുക്ക് എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുമായിരുന്നു. അത് മാത്രമല്ല, ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മിസ്സിനെ ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പോൾ നമ്മളൊരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്ന് മിസ് എൻഷുർ ചെയ്യാറുണ്ടായിരുന്നു. അത് നമ്മളെ പഠിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോസ്റ്റലിലെ വാർഡന്മാരായിരുന്നു റോസ്മേരി മിസ്സും ലിഡിയ മിസ്സും. അപ്പോൾ മിസ്സുമാർ വളരെയധികം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മയെ പോലെയുള്ള കെയർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെൽത്ത് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ഉറക്കമാണെങ്കിലും മിസ്സുമാർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് വരുന്ന ഒരു ടൈമിൽ ഒരു ടീ ബ്രേക്ക് ആയിരിക്കും. ആ ബ്രേക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിച്ചത് ഇ ലേണിംഗ് ആപ്പായിരുന്നു. ഇ ലേണിംഗ് ആപ്പിൽ ലെവൽ 1 to 4 ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, അത് ലെവൽ 1 to ലെവൽ 2 ഉള്ള ക്വസ്റ്റ്യൻസ് ഒരു ഗെയിം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കളിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ കസ്റ്റം എക്സാം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാന്നുള്ള ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് കസ്റ്റം എക്സാം ആയിരുന്നു. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആപ്പിൽ അവൈലബിൾ ആയിരുന്നു. അതേപോലെ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി ടാബിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ ഏത് പ്രോബ്ലത്തിനും ബ്രില്യൻറ്റിന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ സംതൃപ്തിയാണ്. താങ്ക് യു ബ്രില്യൻറ്റ് ഫാമിലി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.